Hi all, welcome back to my YouTube channel. Today's video ഞാൻ കാണിക്കാൻ പോകുന്നത് how to style my hair using my Dyson. പിന്നെ ഒരുപാട് വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ ഡൈസൺ കംപ്ലൈന്റ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മീൻസ് അത് വെച്ച് സെറ്റ് ചെയ്തിട്ട് നിൽക്കുന്നില്ല, ചില ഹെയർസിൽ ചെയ്യുമ്പോഴേക്കും ഗുഡായിട്ടിരിക്കും, പക്ഷെ ഒരു 2 to 3 hours കഴിയുമ്പോഴത്തേക്കും അത് അങ്ങനെ മൊത്തത്തിൽ പോവാണ്, കേൾസ് ലോങ് ലാസ്റ്റ് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ. അപ്പൊ അതിനുള്ള കുറച്ച് ട്രിക്സും ടിപ്സ് ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഞാനിപ്പോൾ കാനഡയിലാണുള്ളത്. ഇവിടെ ഹ്യൂമിഡിറ്റി ഭയങ്കര കുറവാണ്. പക്ഷെ നമ്മുടെ നാട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നാട്ടിൽ ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്. സോ വെതർ ചേഞ്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ഹെയറിനും അത് ചേഞ്ച് ആവും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ കേൾസ് നിൽക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്. ഷാമ്പുവും കണ്ടീഷണറും പിന്നെ ഒരു ഹെയർ മാസ്കും കൂടി ഇട്ടിട്ട് വാഷ് ചെയ്ത എൻ്റെ ഹെയർ ആണ്. വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഫിനോൻ്റെ ഹെയർ മാസ്കാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഫിനോൻ്റെ ഹെയർ മാസ്ക്. ജാപ്പനീസ് ഹെയർ മാസ്കാ. നിങ്ങൾ റീൽസിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഹെയർ മാസ്കിനെ പറ്റി. സോ ഇത് യൂസ് ചെയ്താൽ എൻ്റെ ഹെയർ കുറച്ച് ഡ്രൈ ഹെയർ, ഞാൻ കളറൊക്കെ ചെയ്ത് ഹൈലൈറ്റ് ഒക്കെ ചെയ്ത് ആകെ ഡ്രൈ ആയി നാശമായിരിക്കുക. സോ ഈ ഹെയർ മാസ്ക് യൂസ് ചെയ്ത് കഴുകുമ്പോഴേക്കും കുറച്ച് സോഫ്റ്റ് ആയി അടിപൊളിയായിട്ട് വരും. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ട്രൈ നോക്കി. മാസ്ക് നമ്മൾ വെറ്റ് ഹെയറിൽ 20 minutes തേച്ച് വെച്ചിട്ട് 20 minutes കഴിയുമ്പോഴത്തേക്കും വാഷ് ഔട്ട് ചെയ്തിട്ട് കളയുക ചെയ്യാറ്. സാധാരണ നമ്മുടെ നോർമൽ ഹെയർ മാസ്ക് യൂസ് ചെയ്യുന്നതല്ല. ആൻഡ് ഇതിൻ്റെ സ്മെല്ല് ഗൈസ്, ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ അടിപൊളി സ്മെല്ലാണ് ഇതിൻ്റെ. ഭയങ്കര നമ്മുടെ ഹെയറിൽ ഭയങ്കര പ്രീമിയം പെർഫ്യൂം അടിച്ച പോലത്തെ ഒരു സ്മെല്ലായിരിക്കും ഈ ഹെയർ മാസ്ക് ഇട്ട് കഴിക്കുന്നതിന് ശേഷം നമ്മുടെ ഹെയറിൽ മൊത്തം ഉണ്ടാവുക. കുറേ ആൾക്കാർ വെറ്റ് ഹെയറിൽ തന്നെ 90% ട്രൈ ആക്കിയിട്ട് വെറ്റ് ഹെയറിൽ ഡൈസൺ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കെന്തോ അത് വർക്കായിട്ടില്ല. എനിക്കെപ്പോഴും ശരിക്കും ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ തന്നെ ഡൈസൺ യൂസ് ചെയ്യുമ്പോഴാണ് വർക്കായിട്ടുള്ളത്. സോ ഇനി അധികം സംസാരിക്കുന്നില്ല, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇതാണ് എൻ്റെ ഡൈസൺ. ഡൈസൺ ഇവിടെ ഒരു നോഡ് വന്നിട്ടുണ്ട്. അറിയാം, ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാണ്. ഇതിനൊരു നോഡ് ഉണ്ട്. ആൻഡ് എൻ്റെ ഡൈസൻ്റെ കൂടെ എനിക്ക് 6 attachments ആണ് കിട്ടിയിട്ടുള്ളത്. ഡൈസൻ്റെ ബ്ലോ ഡ്രൈ ചെയ്യുന്ന ബ്രഷാണ്. സോ ഇതെങ്ങനെയാണ് ഇടുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ലോക്ക് ഉണ്ട്. ആ ലോക്ക് നമ്മൾക്ക് ഇങ്ങനെ താത്താം പൊക്കാം അങ്ങനെ ചെയ്യാൻ പറ്റും. സോ ആ ലോക്ക് ജസ്റ്റ് ഒന്ന് താത്തിയിട്ട് ഇവിടെ ഇതിനും ഒരു ലോക്ക് വരുന്നുണ്ട്, കണ്ടോ? ആ ലോക്ക് ഇതിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇത് ലോക്കാവും. അങ്ങനെയാണ് ഇത് ഫിക്സ് ചെയ്യുക. പിന്നെ ഇതിൽ 3 ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഹീറ്റ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ബ്ലൂ വന്നിട്ട് കോൾഡ്, ഒരു ഹോട്ട്, അതിൻ്റെ മേലെ എക്സ്ട്രീം ഹോട്ട്, അങ്ങനെയാണ് വരുന്നത്. ആൻഡ് ദിസ് വൺ ഇങ്ങനെ പിടിക്കുകയാണെങ്കിലും കോൾഡ് എയർ തന്നെ വരിക. ഇത് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി, നമുക്ക് എത്ര ഇൻറ്റൻസിറ്റിയിലാണ് ഹീറ്റ് വേണ്ടത് ആ ഇൻറ്റൻസിറ്റി റെഗുലേറ്റ് ചെയ്യുന്ന ബട്ടറാണ്. പിന്നെ 5 attachments കൂടി ഉണ്ട്. 2 ബ്രഷ് വരുന്നുണ്ട്. ഇത് ഹാർഡ് ബ്രഷ് നമുക്ക് മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ബട്ടൺ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. ഇത് കുറച്ചും കൂടെ മുടി ഒരു സോഫ്റ്റ്നെസ് വരാൻ വേണ്ടിയിട്ടുള്ളൊരു ബ്രഷാണ്. ആൻഡ് ദിസ് വൺ ലോങ് ബാരൽ. നമുക്ക് കുട്ടി കുട്ടി കേൾസ് ആണ് വേണ്ടെങ്കിൽ ഈ ലോങ് ബാരൽ യൂസ് ചെയ്യാം. ഇത് സ്മോൾ ലോങ് ബാരലാണ്. അതിൻ്റെ തന്നെ വീതിയുള്ള, നമുക്ക് കുറച്ച് വലിയ കേൾസ് ആണ് വേണ്ടത്, ഇങ്ങനെ ബൗൺസി ആയിട്ട് ഒരു ഷാമ്പൂൻ്റെ ഒക്കെ പരസ്യത്തിൽ മുടി കിടക്കില്ലേ, അതുപോലെ കിടക്കണമെങ്കിൽ ഈ ബാരൽ യൂസ് ചെയ്യണം. ആൻഡ് ഒരെണ്ണം കൂടി ഉണ്ട്, ഡ്രയർ അറ്റാച്ച്മെൻറ്റ്. ഡ്രയർ അറ്റാച്ച്മെൻറ്റിൽ ഇത് നമ്മൾ ഇടുമ്പം ഇതിൽ നമുക്ക് ഡ്രയർ, ലൈക്ക് മുടി ഉണക്കുന്ന നോർമൽ ഡ്രയർ. ആൻഡ് ഇതിങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഒരു നോഡ് വരും. ആ നോഡ് വെച്ച് നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ചില മുടികൾ നമ്മളിപ്പം അയണൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഡ്രയറൊക്കെ ഇട്ട് കഴിയുമ്പോൾ കുറച്ച് മുടികൾ ഇവിടെ ഇങ്ങനെ പൊന്തിക്കൂലേ, പൊട്ടിപ്പോയ മുടികൾ, ആ മുടികൾ ഇതിട്ട് ഇങ്ങനെ ആക്കുകയാണെങ്കിൽ അത് ഫുൾ ഇങ്ങനെ താന്നോളും. ഹെയർ മാസ്ക് ഇട്ട് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ലോറിയലിൻ്റെ ഹെയർ സിറം യൂസ് ചെയ്യുന്നത്. ഇതും കൂടെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം എപ്പോഴും യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഫ്രഷ്ലി വാഷ്ഡ് ഹെയർ വേണം യൂസ് ചെയ്യാൻ. ഒരു ഹെയർ റിപ്പയറിങ് ക്രീമും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റൻറ്റ്. ഇത് അവേദൻ്റെ ഡാമേജ് റെമഡി എന്ന് പറഞ്ഞൊരു ഹീറ്റ് പ്രൊട്ടക്റ്റൻ്റ് ആണ്. ഇതാണ് ഞാൻ ഹെയറിൽ യൂസ് ചെയ്യുന്നത്. ഇത് ഒരു വാട്ടർ കൺസിസ്റ്റൻസിയാണ്. ഇതുണ്ടോ, ലൈക്ക് ഒരു സെമി വാട്ടർ കൺസിസ്റ്റൻസിയാണ്. ഇത് കുറച്ച് ഇങ്ങനെ എടുക്കുക, നമ്മൾ 2 കൈയിലും ഒന്ന് ഡാബ് ചെയ്തിട്ട് ഹെയറിൽ ഇങ്ങനെ ജസ്റ്റ് തേക്കുക. ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ഹെയർ ജസ്റ്റ് ഒരു വെറ്റായ പോലത്തെ ഒരു ഫീല് വരും. അപ്ലൈ ചെയ്യുക, എന്നിട്ട് ലീവ് ചെയ്യുക. നമുക്ക് ജസ്റ്റ് ഹെയർ ഒന്ന് കോംബ് ചെയ്യാം. കാരണം നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം എൻ്റെ ഹെയറിൽ അവിടെ ഇവിടെ ഇങ്ങനെ വളവും വേവി അങ്ങനെ ഉണ്ട്. സോ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഹെയർ ഒന്ന് ഈ ഡൈസൻ്റെ ബ്രഷ് വെച്ചിട്ട് കോംബ് ചെയ്തെടുക്കാം. ഞാൻ ഫസ്റ്റ് ഈ ബ്രഷാണ് യൂസ് ചെയ്യുക. ഇതിടുമ്പോഴത്തേക്കും ഇപ്പോൾ ഓൺ ആയി കണ്ടോ, ഇതിലിങ്ങനെ ഇൻറ്റൻസിറ്റി ഉണ്ട്. ഇതിപ്പോൾ ലോ ഇൻറ്റൻസിറ്റിയിലാണ് കിടക്കുക, ലാർജ്, അതിൻ്റെ ലാർജ്, അങ്ങനെ 3 ഇൻറ്റൻസിറ്റിയിലാണ് വരുന്നത്. ഫസ്റ്റ് ഞാനിപ്പം ഹെയർ ഇങ്ങനെ 3 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്.
2 സെക്ഷൻ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഈ ഹെയർ സെക്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. 3 ഇൻറ്റൻസിറ്റി സ്പീഡിലിടുക, പിന്നെ ഏറ്റവും മോസ്റ്റ് ഹീറ്റിലിടുക. കോൾഡ് വേണമെങ്കിൽ കോൾഡ് ഇടാം, പക്ഷെ കോൾഡ് ഇടാൻ അത്രയും വരില്ല. ഹീറ്റിലിടുക, എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ പതുക്കെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ഹെയർ നോക്കിയാൽ അറിയാം, ആ ബെൻഡൊക്കെ പോയി നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഫുൾ മറ്റേ ആ കേളി ലുക്കൊക്കെ പോയി നല്ല കുറച്ച് അത്യാവശ്യം ഭയങ്കര സ്ട്രെയിറ്റ് ലുക്കല്ല, എന്നാൽ ഒരു നാച്ചുറൽ സ്ട്രെയിറ്റ് ലുക്കിലേക്ക് വന്നിട്ടുണ്ട്. എഗെയിൻ ഞാൻ ഹെയർ 2 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ബാരലാണ്. ഫസ്റ്റ് നമ്മൾ ഈ ഹെയറിൻ്റെ ഈ എൻഡ് പോർഷനാണ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഡൈസൺ ഓൺ ആക്കുക, ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഈ റോളർ ഓട്ടോമാറ്റിക്കലി ഹെയർ ആയിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കേളാക്കിക്കും. 2 ഓപ്ഷനാണ് ഉള്ളത്. ഇവിടെ 2 ആരോ ഉണ്ടോ, ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും ഇങ്ങോട്ട് ഇങ്ങോട്ട്. അപ്പം നേരത്തെ പോലെ തന്നെ നമുക്ക് 3 സ്പീഡിൽ 3 ഹീറ്റിൽ കുറച്ച് സെക്ഷൻ എടുക്കുക, ജസ്റ്റ് ഓൺ ആക്കുക, വെക്കുക. ഇങ്ങനെ വെച്ചെടുത്താൽ മതി. ഓട്ടോമാറ്റിക്കലി ഇതിന് ട്വിസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് വെച്ചാൽ നമ്മൾ ഹോട്ട് ഇടുക, 3 സ്പീഡിൽ 3 ഇൻറ്റൻസിറ്റിയിലിടുക, എന്നിട്ട് 1 സ്പീഡ് ഹോട്ട് കുറച്ചിട്ട് കോൾഡ് ആക്കുക, എന്നിട്ട് 2 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തിട്ട് വേണം കേൾസ് റിലീസ് ചെയ്യാൻ. ഉണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള കേൾസ് വന്നിട്ടുണ്ട്, നല്ല ബൗൺസി കേൾസ്. കണ്ടോ, ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഹെയർസും ചെയ്തെടുക്കാം. ഈ സൈഡ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് സൈഡ് ഓപ്പോസിറ്റ് സൈഡ് ചെയ്തെടുക്കാം. ഓപ്പോസിറ്റ് സൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓപ്പോസിറ്റ് സൈഡിലേക്ക് ട്വിസ്റ്റ് ചെയ്യുക, എന്നിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഈ 2 സെക്ഷനും ഏകദേശം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നല്ല ബൗൺസി ഗുഡായിട്ടുള്ള കേൾസ്. ഒട്ടും ആർട്ടിഫിഷ്യൽ ലുക്ക് വരില്ല കേട്ടോ ഈ ഇത് വെച്ച് ചെയ്താൽ. അതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു ഗുഡ് എന്ന് പറഞ്ഞ് കേൾസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മുകളിലത്തെ ഹെയറും കൂടെ സെറ്റ് ചെയ്യും. അപ്പോൾ ഈ സൈഡ് ഏകദേശം ഡൺ ആയിട്ടുണ്ട്. ഇനി ഓപ്പോസിറ്റ് സൈഡും കൂടി ചെയ്യണം. ഇപ്പം കേൾസ് ഇങ്ങനെ ക്ലൗഗ് ചെയ്ത് കിടക്കുന്നത്, നമുക്ക് ഓപ്പോസിറ്റും കൂടി സൈഡും കൂടി ചെയ്തിട്ട് കേൾസ് റിലീസ് ചെയ്യാം. അപ്പോൾ ഗായ്സ്, ഞാൻ എൻ്റെ ഫുൾ മുടിയും ഇത് യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് കൈ കൊണ്ട് ഈ കേൾസ് ഒന്ന് ഇങ്ങനെ അയക്കാം. ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സീറം, ഒരു 2 ഡ്രോപ്പ് സീറം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കയ്യിലിങ്ങനെ ഇത് ചെയ്തിട്ട് കേൾസിനെ ഒന്ന് ലൂസ് ചെയ്യുക. ഇനി ഈ കേൾസ് കുറച്ചും കൂടി ലോങ് ലാസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ സെറ്റിംഗ് സ്പ്രേയോ മൂസോ ഒക്കെ യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. പക്ഷെ എൻ്റെ ഹെയർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്ര ആക്കിയാലും ഇനി നെക്സ്റ്റ് ഹെയർ വാഷ് ഡേ വരെ ഇതിങ്ങനെ തന്നെ കിടക്കും, ഒന്നും മാറത്തില്ല. നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലോസർ ലുക്കിൽ നോക്കി കാണാൻ പറ്റുന്നുണ്ട്. നല്ല ബൗൺസി കേൾസാണ് വന്നിട്ടുള്ളത്. ഒട്ടും ആർട്ടിഫിഷ്യൽ ലുക്കൊന്നും തോന്നില്ല. കറക്റ്റ് മറ്റേ ഷാമ്പൂൻ്റെ ഒക്കെ പരിസ്ഥിതി നമ്മൾ പണ്ട് കാണുമായിരുന്നു, അതുപോലെ ഹെയർ വരും. കുറച്ചുകൂടെ ലോങ് ഹെയർ ഉള്ള ആൾക്കാർക്ക് അടിപൊളിയായിരിക്കും. നിങ്ങൾ ലെയറൊക്കെ കട്ട് ചെയ്തിട്ട് ഹെയർ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ട്. സോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാനൊരു എക്സ്പേർട്ടൊന്നും അല്ല ഡൈസൺ വെച്ചിട്ട് അങ്ങനെ പക്കായിട്ട് ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒന്നും. പിന്നെ ഞാൻ എൻ്റെ ഹെയർ എങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് അതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുള്ളത്. ആൻഡ് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഡൈസൺ കുറച്ച് എക്സ്പെൻസീവ്, 50,000 ഒക്കെ നാട്ടിലത്തെ പൈസ വരുന്നുണ്ട്. സോ ഇത് വർത്ത് ബൈയിങ് ആണെന്ന് ചോദിച്ചാൽ ഫോർ മീ ഇത് വർത്ത് ബൈയിങ് ആണ്. കാരണം ഞാൻ അതുപോലെ ഡൈസൺ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഹെയർ സ്റ്റൈൽ തപ്പി കഷ്ടപ്പെടുമോ, ഇനി ഏത് ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന ആലോചിച്ച് നടക്കുമോ, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഹെയർ ഇഷ്ടമുള്ള പോലെ, ഹെയർ ഈസ് ഹെയറിങ് എന്ന് പറയുന്ന പോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കിടന്നോളും. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ ഇതുപോലുള്ള ബ്യൂട്ടിഫുൾ വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ ബൈ.